JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31/1/2024 ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കാനുണ്ട് എങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലബസിനെ സംബന്ധിച്ച്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, സാറേ സിലബസ് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ എല്ലാവർക്കും വളരെ സംശയമാണ്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം സിലബസിനെ കുറിച്ച് പല പ്രാവശ്യമായിട്ട് വീഡിയോകൾ ചെയ്ത് എല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പരീക്ഷ വരുമ്പോഴും എടുക്കുന്ന ക്ലാസ്സുകൾ ആ സമയത്തിനുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ അന്നേരം പ്ലേലിസ്റ്റിൽ ആക്കുന്നുണ്ട്. ഓഗസ്റ്റ് 12 തീയതി നടന്ന പരീക്ഷയുടെ ഒക്കെ തന്നെയാണെങ്കിലും ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമുക്ക് സിലബസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം ചില പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, അതിന് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക് കമ്പ്യൂട്ടർ, ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ, സെർച്ച് എഞ്ചിന്, ആന്റിവൈറസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് വേർഡ് പ്രോസസ്സിങ് വരുന്നത്. അതിന് 40 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് അതിന് 20 മാർക്ക്. ജനറൽ മലയാളം അത് മലയാളത്തിന് 20 മാർക്കാണ്. കൂടാതെ ടൈപ്പ് റൈറ്റിങ്ങിന്റെ വരുന്നത്, ടൈപ്പ് റൈറ്റിങ്ങിന് 10 മാർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ സിലബസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള സിലബസും അതോടൊപ്പം തന്നെ NCERT ക്വസ്റ്റിനും SCERT ക്വസ്റ്റിനും അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, അതുപോലെ തന്നെ 2021 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. ഇനി ആരെങ്കിലും റാങ്ക് ഫയൽ മേടിക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ മേടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ക്ലാസ്സുകൾ ഉടൻ തന്നെ പരീക്ഷ ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പരീക്ഷ ഏതൊക്കെ മാസങ്ങളിൽ നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഡേറ്റ് അതിന് ഒരു 3 മാസം മുമ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടൈപ്പ് റൈറ്റിങ്ങിന്റെ സിലബസ് എന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാരണം വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി സിലബസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഈ യൂട്യൂബ് വഴി ആണ് ക്ലാസ്സുകൾ ഉള്ളത്. കൂടാതെ പരീക്ഷ അടുക്കുമ്പോൾ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ആരെങ്കിലുമൊക്കെ ഇനി ടൈപ്പിസ്റ്റിനെ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ JKR അക്കാഡമി വഴി ക്ലാസ് എടുക്കുന്ന കാര്യം ആർക്കും അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഷെയർ ചെയ്ത് പരമാവധി ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിൻ്റെ ഒക്കെ ടൈപ്പിസ്റ്റിന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇപ്പോൾ ടൈപ്പിസ്റ്റിൻ്റെ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഓൾറെഡി നമ്മൾ പൂർത്തിയാക്കിയ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൻ്റെ അപേക്ഷ സമർപ്പിക്കാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ LD ടൈപ്പിസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉടൻ തന്നെ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.